അങ്ങനെ നമ്മുടെ മെറ്റയുടെ പുതിയ ഗ്ലാസ് ഇറങ്ങിയിട്ടുണ്ട്, റെയ്ബാൻ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട്. ഇതല്ല, അത് മേടിക്കാൻ എൻ്റെ പൈസ ഇല്ല, അന്നേരം അതിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിന്റെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ സംഭവം ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മൾ ശരിക്കും പോയി ക്യാമറ മൈക്രോഫോൺ വെച്ചിട്ടുള്ള ഗ്ലാസ് ആണ്. അങ്ങനെ പുതിയ സെറ്റപ്പിൽ നമുക്ക് റൈറ്റ് സൈഡിൽ ഇവിടെ ആയിട്ട് ഒരു ഡിസ്പ്ലേ വരും. അതിൽ നമുക്ക് ഒരു സ്മാർട്ട് ഫോണിന്റെ പോലത്തെ ഫീച്ചേഴ്സ് ഒക്കെ അവർ അടിച്ചേറ്റി വിട്ടിട്ടുള്ളത്. അപ്പൊ അതിൽ ആദ്യത്തെ കേസ് വെയിറ്റ് സാധാരണ ഒരു ക്യാമറ ഒന്നും ഇല്ലാത്ത ഒരു റൈബാൻ്റെ ഗ്ലാസ് ഏകദേശം 45-50 ഗ്രാം വരുന്നത്, ഇതാ കൂടി 65 ഗ്രാം ഉള്ളൂ. അപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നില്ല എത്ര നേരം വെച്ചിട്ടുണ്ട്. പിന്നത്തെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഗ്ലാസ് ഉപയോഗിക്കുന്ന പോലെ തന്നെ അതിൽ ടിൻഡഡ് ആയിട്ടും നൈറ്റ് ക്ലിയർ ഗ്ലാസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത് 3 സാധനങ്ങളാണ് വേണ്ടത്. ഒന്നാമത്തേത് സാധാ ഗ്ലാസ്, രണ്ടാമത്തേത് കയ്യുമ്പോൾ ന്യൂട്രൽ ബാൻഡ് കൊണ്ട് സംഭവമുണ്ട്. അത് വെച്ചിട്ടാണ് നമുക്ക് അതിനുള്ള ടൈപ്പിങ്ങും കൺട്രോളിംഗ് ഒക്കെ സെറ്റപ്പായിട്ട് വരുന്നത്. പിന്നെ ഇത് ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ നമ്മളിവിടെ ഡിസ്പ്ലേ വരുന്ന നമ്മളെല്ലാവരും വിചാരിക്കും അപ്പോൾ അപ്പുറത്തെ ആൾക്ക് കണ്ടുകൂടെ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ സാധനം നമുക്ക് മാത്രമേ കാണാനുള്ളൂ. അതിന്റെ ഫുൾ ബ്രൈറ്റ്നസ് ഇട്ടാലും അവിടെ വരുന്ന ആ ചെറിയ ഡിസ്പ്ലേ നമുക്ക് മാത്രമേ വിസിബിൾ ആയിരിക്കും, വേറെ ആർക്കും കാണാൻ പറ്റില്ല. ഇതിന്റെ ഇവിടെ തന്നെ ക്യാമറയിൽ നമുക്ക് 3K വീഡിയോ എടുക്കാം. അതുപോലെ തന്നെ 5 മൈക്രോഫോണും ഈ 2 സൈഡിൽ നിന്ന് സ്പീക്കറും ഉണ്ടാവും. ഇതെല്ലാം വെച്ചിട്ടാണ് ഇത്രയും വെയിറ്റ് കുറഞ്ഞ സാധനം ഇറക്കിയിട്ടുള്ളത്. പിന്നെ നമ്മളെ കയ്യുമ്പോഴുള്ള സാധനം വെച്ചിട്ട് നമുക്ക് വോളിയം ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അപ്പും ഡൗൺ ചെയ്യാം. പിന്നെ നമുക്ക് എവിടെ വേണേലും ടൈപ്പ് ചെയ്യാം. ഈ ന്യൂട്രൽ ബാൻഡ് എന്ന് പറഞ്ഞാൽ അത്രയും നമ്മളെന്തോ മെഷറിംഗ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഫ്രം മസിൽസ് അതെടുത്തിട്ടാണ് അവർ സംഭവം സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ വില വരുന്നത് 70,000 രൂപയ്ക്ക് അടുത്താണ്. ഇത് നമ്മുടെ അവിടെ ഇറങ്ങിയിട്ടില്ല. US $799 ഇറങ്ങിയിട്ടില്ല. ഞാൻ കൺവേർട്ട് ചെയ്തിട്ട് പറഞ്ഞാണ് 70,000 രൂപ.